ചിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയുടെ മുത്തശ്ശി വേദയെ വിളിക്കുന്നുണ്ടെങ്കിലും ഫോണൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ വേദയെ വരുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മുത്തശ്ശി കുറേ നേരം അമ്പലത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്ടോ വേദേനെ. കുറേ നേരം വേദയെ വെയിറ്റ് ചെയ്തിട്ട് കാണാതാവുന്ന സമയത്തിന് ഇനി ഏതായാലും വേദമോളെ നേരിട്ട് കാണാമെന്ന് തീരുമാനിക്കുകയാണ് മുത്തശ്ശി. വേദമോളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് വീടും അതുപോലെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ടാവും. എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നാലും ഇവരെല്ലാവരും ചേർന്നിട്ട് എങ്ങോട്ടേക്ക് പോയതായിരിക്കും? വേദമോൾ ഇന്ന് ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് പറഞ്ഞതാണല്ലോ, എന്നിട്ട് ഒരു വിവരമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് മുത്തശ്ശി. വേദയെ കാണാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശി ഏതായാലും കാറിൽ കയറ്റി നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. എന്നിട്ട് വിഷമത്തോടു കൂടി തന്നെ വേദമോളെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും പത്മ അങ്ങോട്ടേക്ക് വരുന്നത്. പത്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? സാധാരണ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തൊക്കെ അമ്മക്ക് നല്ല സന്തോഷമായിരിക്കുമല്ലോ. അമ്മക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട്, അത് വേദമോൾ ഇന്നെ കാണാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. കുറേ നേരം ഞാൻ വേദമോളെ വെയിറ്റ് ചെയ്തിട്ടൊന്നും വേദമോളെ കണ്ടില്ല. അവൾക്ക് വിളിച്ചിട്ടാണെങ്കിൽ ഫോണും അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ വേദമോളെ നേരിട്ട് കാണാമെന്നൊക്കെ ചിന്തിച്ച് വീട്ടിലേക്ക് പോയ സമയത്തിന് അവരുടെ വീടും ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോഴേക്കും ഫോണും സ്വിച്ച് ഓഫ് ആണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ചിന്തിച്ചുകൊണ്ടതിന് മുത്തശ്ശി ആകെ സങ്കടത്തിലായിരിക്കും. ആ സമയത്തിന് പത്മം ചോദിക്കുന്നതിന്, എന്നാൽ പിന്നെ അമ്മക്ക് വിക്രത്തിൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചുകൂടായിരിക്കും. അന്നേരം മുത്തശ്ശി വേഗം തന്നെ വേദയോട് സംസാരിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടോ. എന്നാൽ വിക്രത്തിൻ്റെ ഫോൺ ഇറങ്ങിയെന്നിടുന്നല്ലാതെ അതിലേക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തായിരിക്കും ഇവർക്കൊക്കെ പറ്റിയത്? എന്താ ഇവരൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശി ആകെ അങ്ങനെ വിഷമത്തിലിരിക്കുകയാണ്. മുത്തശ്ശിയുടെ വിഷമം കാണുന്ന സമയത്ത് തന്നെ പത്മം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ വിഷമത്തിലിരിക്കുകയായിരിക്കട്ടെ. ആ സമയത്തായിരിക്കും വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞിട്ട്, അമ്മയെ കാപ്പി എടുക്കുമെന്ന് പറയും. അന്നേരം പത്മം ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് നേരെ കിച്ചണിലേക്ക് പോകുന്ന സമയത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തും വർഷയും അതുപോലെ ശങ്കരനാരായണനൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരിക്കും. ആ സമയത്തിന് മുത്തശ്ശി ഏതായാലും കമലമേ വിളിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഫോൺ ചെയ്യാട്ടോ കമലമ്മ. മുത്തശ്ശി വിളിച്ച് ചോദിക്കുന്നുണ്ട്, കമലം വേദമോൾ ഇന്ന് ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് പറഞ്ഞതാണല്ലോ. ഞാൻ കുറേയധികം അമ്പലത്തിൽ വെയിറ്റ് ചെയ്തു, എന്നിട്ടൊന്നും അവൾ ക്ഷേത്രത്തിലേക്ക് വന്നില്ല. വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോയ സമയത്തിന് അവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നു. അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ അവരൊക്കെ എവിടെ പോയതായിരിക്കും കമലം എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറയുന്നുണ്ട്, അയ്യോ വേദമോൾ ഇന്ന് മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോവാമെന്ന് പറഞ്ഞിരുന്നതാണല്ലോ. വിക്രമയും കൂട്ടിയിട്ട് വേദക്ഷേത്രത്തിലേക്ക് വരാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അവരെവിടെ പോയതായിരിക്കും? ഞാൻ ഏതായാലും വിക്രമയെന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയും. എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മുത്തശ്ശി ആകെ വിഷമത്തോടെ ഇരിക്കുക. മുത്തശ്ശിയുടെ സംസാരമെല്ലാം കേൾക്കുന്ന സമയത്തിന് ശങ്കരനാരായണൻ ആകെ വിഷമായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട്, വേദമോൾ ഇന്നെ കാണാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് പറഞ്ഞതായിരുന്നു. ക്ഷേത്രത്തിലേക്കൊന്നും അവളെ കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ അവളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയിരുന്നു. എന്നാൽ അവിടെ ചെന്ന് നോക്കുന്ന സമയത്തിൻ്റെ വീടും ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവളുടെ ഫോണിലേക്കാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണും സ്വിച്ച് ഓഫ് ആണ്. എനിക്കാകെ ടെൻഷൻ ആവുകയാണെന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തോടെ സംസാരിക്കാട്ടെ മുത്തശ്ശി. അന്നേരം ശ്രീകാന്തിന് അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിട്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയോട് വേദയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വെച്ച് പറയരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ വീണ്ടും എന്തിനാ മുത്തശ്ശി വേദയുടെ കാര്യം തന്നെ ഇവിടെ വെച്ച് സംസാരിക്കുന്നത്? അച്ഛൻ എന്താ ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ശങ്കരനാരായണൻ പറയും, അമ്മേ അവൾ എവിടെ പോയാൽ നമുക്കെന്താ, അവൾ എവിടെയെങ്കിലുമൊക്കെ പോട്ടെ, അമ്മ വന്ന് കാപ്പി കുടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിന് ശങ്കരനാരായണൻ ഇങ്ങനെ കാപ്പി കുടിക്കുന്നുണ്ടെങ്കിൽ പോലും ശങ്കരൻ ചിന്തിക്കുന്നത് വേദയെ പറ്റിയിട്ടായിരിക്കും. എന്നാലും എൻ്റെ വേദമോൾ എവിടെ പോയതായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിന് ശങ്കരനാരായണൻ ആകെ വിഷമാവട്ടോ. എന്നിട്ട് ഒന്നും തന്നെ കഴിക്കുന്നില്ല. ഇതും കണ്ടുകൊണ്ടതിൻ്റെ പത്മം ചോദിക്കുന്നുണ്ട്, ശങ്കരേട്ടൻ എന്താ ഒന്നും കഴിക്കാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ശങ്കരനാരായണൻ പറയുന്നത്, എനിക്കെന്തോ ഒട്ടും വിശപ്പില്ല, എനിക്കെന്തോ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശങ്കരനാരായണൻ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്ന സമയത്തിന് പത്മത്തിന് ആകെ വിഷമായിരിക്കട്ടോ. എന്നാൽ ഇതും കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് വർഷ പയ്യെ ശ്രീകാന്ത് ചെവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കേട്ടില്ലേ വേദയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛനെന്തോ ഭക്ഷണം കഴിക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല. അന്നേരം ശ്രീകാന്ത് പറഞ്ഞിട്ട്, അതെനിക്ക് മനസ്സിലായി. എന്തൊക്കെ തന്നെ ചെയ്തു വെച്ചാലും എന്തൊക്കെ അപമാനം വരുത്തി വെച്ചാലും അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും വേദ തന്നെയാണ് വലുത്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഈ വീട് തന്നെ ഇങ്ങനെ ആവാൻ കാരണം അവനാണ് ആ വിക്രം. അവൻ കിട്ടും നല്ലത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ ശ്രീകാന്ത്. ഇതേ സമയത്തിനെ കാണിക്കുന്നത് വിക്രമിനെ വേദയായിരിക്കും. രണ്ടുപേർക്കും പുറത്തിറങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും ആകെ വിഷമത്തിലായിരിക്കും. ആ സമയത്തിന് വേദ വന്നിട്ട് TV ഓൺ ചെയ്തിട്ട് ടിവിയുടെ വോളിയം നന്നായിട്ട് അങ്ങ് കൂട്ടിവെക്കും. ഇതെല്ലാം കാണുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് വേഗം വന്നിട്ട് TV അങ്ങ് ഓഫ് ചെയ്യുന്ന സമയത്തിന് വേദക്ക് അങ്ങ് ദേഷ്യം വരുന്നത്, നിങ്ങൾക്ക് എന്താ മനുഷ്യൻ, നിങ്ങൾ എന്തിനാ ഞാൻ കാണുന്ന TV ഓഫ് ചെയ്തതെന്ന് ചോദിക്കാട്ടോ വേദ. നിങ്ങൾക്ക് എന്താ കുഴപ്പം മനുഷ്യ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, അതെ നീ അങ്ങനെ ഒറ്റയ്ക്ക് TV കണ്ട് സുഖിക്കൊന്നും വേണ്ട, നീ കാരണമാണ് ഞാനിപ്പോൾ ഈ മുറിയിലും ഈ വീട്ടിലും അങ്ങ് ഒറ്റപ്പെട്ടു പോയത്. അന്നേരം വേദ ചോദിക്കുന്നത്, ഒരു ദിവസം പുറത്തേക്കൊന്നും പോയിട്ട് കറങ്ങിയില്ല എന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. നിങ്ങൾ അങ്ങനെ ഇപ്പോൾ ബൈക്കിലൊന്നും പോയിട്ട് ചുറ്റാൻ നിൽക്കണ്ട, ഏതെങ്കിലും ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിട്ടൊന്ന് ചുരുണ്ടി കൂടി ഇരിക്കാൻ നോക്ക്, വെറുതെ എന്നെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വേദ ദേഷ്യപ്പെട്ട് കിച്ചണിലേക്ക് പോകുന്ന സമയത്തിന് വിക്രം ഭയങ്കര അങ്ങ് ദേഷ്യത്തോടു കൂടെ ആയിരിക്കട്ടെ വേദയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. വേദ വന്ന് വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം എങ്ങാനും വേണമെന്ന് ചോദിക്കുന്ന സമയത്തിന് വേദയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ വിക്രം പറഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ട. ആ സമയത്തിന് വേദ കുറേ ഭക്ഷണമൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിയതിന് ശേഷം വിക്രത്തിൻ്റെ തൊട്ട് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വിക്രമിനെ കൊതിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ കഴിക്കുന്നുണ്ട്.
ആർത്തിയോട് കൂടത്തിന് വേദ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കാണുന്ന സമയത്തിന് വിക്രമിനെ കൊതി തോന്നുന്നുണ്ട്. വിക്രമത്തിനാണെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും. എന്നാൽ വേദയുടെ മുന്നിൽ തൻ്റെ ഇമേജ് പോകണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേദയോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കട്ടെ വേണ്ട എന്ന് പറഞ്ഞത്. വേദ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എടി നിനക്ക് നാണമില്ലടി അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ എന്നെ എടുത്ത് കഴിക്കാനെന്ന് ചോദിക്കും. ആ സമയത്തിന് വേദ പറഞ്ഞിട്ട് അതിന് ഇത് അമ്മ മാത്രമല്ലോ ഞാനും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത്, ഈ കറികളൊക്കെ ഞാനും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് ഓ എന്നാൽ പിന്നെ എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ വല്ല കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഴിച്ചോളാം എന്ന് പറയും. അന്നേരം വേദ പറഞ്ഞിട്ട് ആയിക്കോട്ടെ വേണ്ടെങ്കിൽ വേണ്ട, ഒരു ദിവസം പട്ടിണി കിടന്നു എന്ന് വിചാരിച്ച് ആരും ചത്തുപോകാനൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വേദ ഏതായാലും കഴിച്ച പ്ലേറ്റുമായിട്ട് നേരെ അടുക്കളയിലേക്ക് പോകും. വേദ കിച്ചണിലേക്ക് പോയതിനു ശേഷം അയ്യോ എന്നൊക്കെ പറഞ്ഞ് വേദയുടെ നിലവിളി കേട്ടുകൊണ്ട് തന്നെ വിക്രം അങ്ങോട്ടേക്ക് എന്ത് പറ്റി വേദയ്ക്ക് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓടി പോവുമായിരിക്കും. ആ സമയത്ത് ചെന്ന് നോക്കുന്ന സമയത്തിന് വേദ അവിടെ വീണ് കിടക്കുന്നതായി. എന്നാൽ വേദയുടെ ആ ഒരു കിടപ്പ് കണ്ടുകൊണ്ട് തന്നെ വിക്രത്തിന് ഭയങ്കര അങ്ങ് ചിരി വരികയാണെന്ന് മാത്രമല്ല വേദയെ അങ്ങനെ കളിയാക്കി പൊട്ടി പൊട്ടി ചിരിക്കാണ് വിക്രം. എന്നിട്ട് പറഞ്ഞിട്ട് ഓ നേരത്തെ നിനക്ക് എന്ത് നാക്കായിരുന്നടി, എന്നിട്ടിപ്പോൾ എന്ത് പറ്റി നിനക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വിക്രം അങ്ങനെ കളിയാക്കുകയാണ്. ആ സമയത്തിന് വേദ പറയുന്നുണ്ട് അയ്യോ വിക്രം എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കും. അന്നേരം വിക്രം പറഞ്ഞിട്ട് അതെ എഴുന്നേക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു പായം തലേനം അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് തരാം, എന്നിട്ട് നീ അവിടെ തന്നെ അങ്ങ് കിട, എന്നിട്ട് രാവിലെ നേരം വെളുക്കുന്ന സമയത്തിന് നിന്നെ ഞാൻ വന്ന് വിളിച്ചോളാം, എന്താ മതിയോ വേദാളം എന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കി സംസാരിക്കട്ടെ വിക്രം. വിക്രമിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ദുഷ്ടായെന്നങ്ങ് വിളിക്കുന്നതോട് കൂടത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരട്ടോ. വിക്രം ഏതായാലും ഒരു പ്ലേറ്റ് എടുത്തിട്ട് നേരെ ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ഭക്ഷണം കഴിക്കാമേ. എന്നാൽ ഇതേ സമയത്തിന് വേദന കൊണ്ടിങ്ങനെ പൊളിയായിരിക്കട്ടോ വേദ ഇങ്ങനെ പറഞ്ഞിട്ട് അയ്യോ എനിക്ക് വയ്യ, എനിക്ക് ഒട്ടും വയ്യ, എനിക്കൊന്ന് എണീറ്റിരിക്കാൻ പോലും വയ്യ, വിക്രം ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിങ്ങനെ നിർത്താതെ വിളിക്കായിരിക്കും വേദ. ഇത് കേട്ടിട്ട് വിക്രമിൻ്റെ മനസ്സങ്ങ് ഉടയാണ്. എന്നിട്ട് വേദയുടെ അടുത്തേക്ക് വന്ന് നോക്കുന്നുണ്ട് വിക്രം. വേദയുടെ അവസ്ഥ മുതലെടുത്തുകൊണ്ട് തന്നെ വിക്രം ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് എടി വേദാളം ഇനി നീ എന്നെ എന്തെങ്കിലും പറയുമെന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് ഇല്ല ഞാൻ ഇനി ഒന്നും പറയില്ല, എന്നാൽ പിന്നെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു വിക്രം ഏതായാലും വേദയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. എന്നിട്ട് വേദ ഇങ്ങനെ തറയിൽ നിർത്താൻ നോക്കുന്ന സമയത്തിന് വേദക്ക് കാല് വേദനിച്ചു കൊണ്ട് തന്നെ വേദക്ക് പ്രോപ്പറായിട്ടൊന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ല. വേദക്ക് ഒത്തും പറ്റാത്തത് കൊണ്ട് തന്നെ വിക്രം ഏതായാലും വേദനെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് തന്നെ നേരെ ഹോളിലേക്ക് കൊണ്ടുവന്നിരുത്ത് നോക്കുന്ന സമയത്തിന് കാല് നല്ലതായിട്ട് ഉളുക്കിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ ആകെ മുറിവൊക്കെ ആയിട്ടുണ്ടാവും. അതും കാണിച്ചുകൊണ്ട് തന്നെ വേദ ചോദിക്കുന്നത് ഈ കണ്ടില്ലേ എൻ്റെ കാല് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. ആ സമയത്തിന് മുറിവ് കെട്ടാൻ വേണ്ടിയിട്ട് വിക്രം ഒരു തോർത്ത് കൊണ്ടുവന്ന് കൊടുക്കും. തോർത്തെടുത്തിട്ട് ഇത് വെച്ച് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടോ വിക്രം. എന്നിട്ട് വിക്രം പയ്യെ വേദയെ അവിടെ ഇരുത്തിയതിന് ശേഷം വേഗം മാഷിൻ്റെ മുറിയിലേക്ക് ഓടിപ്പോയിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് കുറച്ച് ഓയിൻമെൻ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ഓയിൽമെൻ്റൊക്കെ കൊണ്ടുവന്നതിന് ശേഷം വിക്രം ഏതായാലും വേദയുടെ കാലൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ അതങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ആ ഒരു മരുന്നൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേദയെ നല്ല രീതിയിൽ തന്നെ ശുശ്രൂഷിക്കുന്നുണ്ട് കേട്ടോ വിക്രം. മരുന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു തോർത്തുമുണ്ടൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുമായിരിക്കും വിക്രം. ഇതൊക്കെ ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് വേദ. വിക്രം തന്നോട് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെല്ലാം കാണുന്ന സമയത്തിന് വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നിപ്പോവാട്ടോ വേദക്ക്. വേദ കണ്ണിമ വെട്ടാതെ വിക്രത്തിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് വിക്രം ശ്രദ്ധിക്കാണ്. എന്നിട്ട് ചോദിക്കുന്നത് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പയ്യെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, എനിക്ക് വേദനിച്ചാൽ നിങ്ങൾക്കും വിഷമം വരും, ഞാൻ വേദനിക്കുന്നതും ഞാൻ സങ്കടപ്പെടുന്നതും നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ ശരിക്കും എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ നോക്കുന്നതാണ് എന്നൊക്കെ പറയാണ് വേദ. അന്നേരം വിക്രം ചോദിക്കുന്നത് നീ എന്തൊക്കെ പൊട്ടത്തരാടി വിളിച്ച് പറയുന്നത്, എനിക്ക് നിന്നോട് ഇഷ്ടമോ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, നിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യുമായിരുന്നുള്ളൂ, അതൊരിക്കലും നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അന്നേരം വേദ ചോദിക്കുന്നൊരു ഓഹോ അങ്ങനെയാണോ, പക്ഷേ ഞാൻ വെറുതെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി, അല്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് ഇനി ഒരിക്കലും മലയാനൊന്നും പോകുന്നില്ല, നിങ്ങളുടെ മനസ്സ് വെറും കല്ലാണ് എന്നൊക്കെ പറയാട്ടോ വേദ. എന്നാൽ ശരി ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വേദ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങനെ നിൽക്കാൻ നോക്കുന്ന സമയത്തിന് വേദ പെട്ടെന്ന് അങ്ങ് താഴേക്ക് വീഴും. അതോടുകൂടി തന്നെ വിക്രം ഓടി വന്നിട്ട് വേദയെ അങ്ങ് പിടിക്കുന്നുണ്ട്. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് എടി വേദാള നിനക്ക് ഇത് എന്തിൻ്റെ കേടാ, നിനക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങനെ നടക്കാൻ നോക്കുന്നത്. അന്നേരം വേദ പറയുന്നത് എനിക്കൊട്ടും വയ്യ, എൻ്റെ കാലൊക്കെ എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നു, എനിക്ക് കുറച്ച് നേരം കിടക്കണമെന്ന് പറയുന്ന സമയത്തിന് അതിന് എന്നോട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം. വിക്രം ഏതായാലും വീണ്ടും വേദയെ അങ്ങ് കോരിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വേദയെ കോരിയെടുത്തതിന് ശേഷം ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ ആയിരിക്കും കട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നത്. വിക്രം വേദയെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്തിന് വേദ കണ്ണിമ വെട്ടാതെ വിക്രത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. ഈ സമയത്ത് തന്നെ പെട്ടെന്ന് കറണ്ട് പോകുന്നതോടുകൂടി തന്നെ വേദ അങ്ങ് നിലവിളിക്കണം അയ്യോ എന്ന് പറഞ്ഞങ്ങ് നിലവിളിക്കും. അന്നേരം വിക്രം പറഞ്ഞിട്ട് ഈശ്വര കറണ്ട് പോവാൻ കണ്ടൊരു സമയം, ഇന്ന് ഞാൻ ആരെയെന്നാവോ കണി കണ്ടത്, നിന്നെ ആയിരിക്കും കണി കണ്ടത്, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാൽ കറണ്ട് പോയതുകൊണ്ട് തന്നെ വേദക്ക് ആകെ പേടിയാവുന്നിട്ട് വേദ പറഞ്ഞിട്ട് വിക്രം എനിക്ക് പേടിയാണ്, നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിക്കും. നിലാവെളിച്ചത്തിൽ രണ്ടുപേർക്കും തന്നെ പരസ്പരം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വേദയെ കട്ടിലേക്ക് ഇരുത്തിയതിന് ശേഷം വിക്രം അവിടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ കറണ്ട് പോയത് കൊണ്ട് തന്നെ ഫോണിൻ്റെ ലൈറ്റ് പോലുമില്ല, ഇവരെന്ത് ചെയ്യണമെന്നറിയില്ല. ആ സമയത്തിന് വേദ പറഞ്ഞിട്ട് മെഴുകുതിരി എങ്ങാനും ഇരിപ്പുണ്ടോ എങ്കിൽ പിന്നെ അതൊന്ന് എടുത്ത് കത്തിക്കൂ വിക്രം, അതുപോലെ തന്നെ എന്ത് ചൂടാന്നറിയോ ആ ജനലൊക്കെ ഒന്ന് തുറന്നിട്. അന്നേരം വിക്രം പറഞ്ഞിട്ട് നീ ഒന്നും മിണ്ടാതിരിക്കതേ, ഇനി മിണ്ടാണ്ടല്ലോ എനിക്ക് ദേഷ്യം വരണമെന്നുണ്ട്, അല്ലെങ്കിലും മെഴുകുതിരി എവിടെയാണ് വെച്ചിരിക്കുന്നത്.
അന്നേരം വേദ പറയുന്നിട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല, മെഴുകുതിരി എവിടെ വെച്ചതെന്നൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രം ആകെ വിഷമിച്ചിരിക്കണം കേട്ടോ. എന്നാൽ നല്ല ഇരുട്ടായിരിക്കും, രണ്ടുപേർക്കും നിലാവെളിച്ചത്തിൽ പരസ്പരം കാണാനുണ്ടെന്ന് മാത്രം. രണ്ടുപേരും ഒന്നും മിണ്ടാതെ പരസ്പരം കണ്ണോട് കണ്ടങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. കുറേ നേരം അതുപോലെ അങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം വേദ അറിയാതെ ആ ഒരു വേദന സഹിച്ചിട്ട് അവിടെ നിന്ന് കിടന്നുറങ്ങുന്ന സമയത്തിന് വിക്രം അറിയാതെ ആ ഒരു കട്ടിൽ തന്നെ അങ്ങ് കിടന്നുറങ്ങി പോകും. പെട്ടെന്ന് ഉറക്കം വന്നത് കൂടെ തന്നെ വേദയുടെ അരികിൽ തന്നെ ആയിരിക്കും, ആ കട്ടിൽ തന്നെ ആയിരിക്കും വിക്രം അങ്ങ് കിടന്നുറങ്ങുന്നത്. ഉറക്കത്തിലാണെങ്കിൽ പോലും വേദ അറിയാതെ വിക്രമെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്തിന് പെട്ടെന്ന് വിക്രം ഉണരുന്നുണ്ട് എന്ന് മാത്രമല്ല കണ്ണിമ വെട്ടാതെ അങ്ങനെ വിക്രം വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. വേദ തന്നെ കെട്ടിപ്പിടിക്കുന്നതോടുകൂടി തന്നെ വിക്രത്തിന് പിന്നെ മറിച്ചൊന്നും പറയാനേ കഴിയുന്നില്ല. ഒന്നും മിണ്ടാതെ കുറേ നേരം കണ്ണിമ വെട്ടാതെ വേദയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വിക്രം. പയ്യെ വേദയെ വെടിയിപ്പിച്ചു കൊടുത്തിട്ട് വിക്രം അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടക്കുന്ന സമയത്തിന് വീണ്ടും ഉറക്കത്തിലാണെങ്കിൽ പോലും വേദ വന്നിട്ട് വിക്രമിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. എന്നാൽ കുറച്ചു നേരം അങ്ങനെ കിടന്നു കൊടുത്തതിന് ശേഷം വിക്രം അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകുന്നു കേട്ടോ. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്തിന് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് പിണഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. രണ്ടുപേരും ഒരേ സമയത്തായിരിക്കട്ടോ ഉറക്കമുണരുന്നത്. അപ്പോഴേക്കും രണ്ടുപേരും ആകങ്ങ് ഞെട്ടിപ്പോവാണ്. കാരണം ഒരേ കട്ടിൽ തന്നെ വിക്രവും വേദയും കിടക്കുന്നു എന്ന് മാത്രമല്ല രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചിട്ടാണ് കിടന്നിരുന്നത്. രണ്ടുപേർക്കും ഇതൊട്ടും തന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് മാത്രമല്ല വേദ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ട് തന്നെ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? കൊച്ചു കള്ളൻ എന്നൊക്കെ പറഞ്ഞു വിക്രമിനെ ഒരുമാതിരി ഒരു നോട്ടം നോക്കിക്കൊണ്ട് തന്നെ നാണത്തോട് തല താഴ്ത്തിയിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് വേദ. ആ സമയത്തിന് വിക്രത്തിനെ അങ്ങ് വല്ലാതാവാണ്. വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അയ്യേ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഇവളെ കെട്ടിപ്പിടിച്ചിട്ടാണോ കിടന്നത്? ഇനി ഉറക്കത്തിൽ ഞാനെങ്ങാനും ഇവൾക്ക് വല്ല ഉമ്മയും കൊടുത്തു കാണോ? ഈശ്വര, അങ്ങനെയൊന്നും സംഭവിച്ചു പോവരുത്. താൻ ഇനി വേദയുടെ മുഖത്ത് എങ്ങനെ നോക്കും, അവളോട് ഇനി എങ്ങനെ സംസാരിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ചമ്മലോട് കൂടെ തന്നെ വിക്രം അങ്ങനെ വേദയുടെ മുന്നിലേക്ക് വരുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും